ഹായ് നമസ്കാരം. കേരള PSC നമ്പർ 1 എക്സലൻസ് PSC ക്ലാസ് റൂം 11ലേക്ക് ഏവർക്കും സ്വാഗതം. വളരെ പ്രധാനപ്പെട്ട ചോദ്യോത്തരങ്ങളാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. ഇന്നത്തെ ക്ലാസ് തുടങ്ങാം. ക്വസ്റ്റ്യൻ നമ്പർ 1. ഇന്ത്യൻ തപാൽ ആദരിക്കപ്പെട്ട ആദ്യ കേരള മുഖ്യമന്ത്രി. ഇന്ത്യൻ തപാൽ ആദരിക്കപ്പെട്ട ആദ്യ കേരള മുഖ്യമന്ത്രി ആര്? EMS. ക്വസ്റ്റ്യൻ നമ്പർ 2. മുടിക്കോട് ലോക്കൽ എന്നത് ഏത് കാർഷിക വിളയുടെ വിത്തിനമാണ്? മുടിക്കോട് ലോക്കൽ എന്നത് ഏത് കാർഷിക വിളയുടെ വിത്തിനമാണ്? വെള്ളരി. ക്വസ്റ്റ്യൻ നമ്പർ 3. ആന്റി സ്റ്റെറിലിറ്റി വൈറ്റമിൻ എന്നറിയപ്പെടുന്നത്. ആന്റി സ്റ്റെറിലിറ്റി വൈറ്റമിൻ എന്നറിയപ്പെടുന്ന വൈറ്റമിൻ ഏത്? വൈറ്റമിൻ E. ഹിന്ദു സ്വരാജ് എന്ന പുസ്തകം ഗാന്ധിജി എഴുതിയത് ഏത് ഭാഷയിലാണ്? ആൻസർ ഗുജറാത്തി ഭാഷ. ഹിന്ദു സ്വരാജ് എന്ന പുസ്തകം എഴുതിയത് ആര്? ഗാന്ധിജി. ഹിന്ദു സ്വരാജ് ഗാന്ധിജി എഴുതിയത് ഏത് ഭാഷയിലാണ്? ഗുജറാത്തി ഭാഷയിലാണ്. ക്വസ്റ്റ്യൻ നമ്പർ 5. കൃഷിയിലൂടെ സാമ്പത്തിക നേട്ടം കൈവരിക്കുന്നതിനായി പ്ലാന്റ് ഹെൽത്ത് ക്ലിനിക് ആരംഭിച്ച സംസ്ഥാനം. കൃഷിയിലൂടെ സാമ്പത്തിക നേട്ടം കൈവരിക്കുന്നതിനായി പ്ലാന്റ് ഹെൽത്ത് ക്ലിനിക് ആരംഭിച്ച സംസ്ഥാനം മണിപ്പൂർ. ക്വസ്റ്റ്യൻ നമ്പർ 6. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കറുത്ത മണ്ണ് കാണപ്പെടുന്നത് എവിടെ? കേരളത്തിൽ ഏറ്റവും കൂടുതൽ കറുത്ത മണ്ണ് കാണപ്പെടുന്നത് ചിറ്റൂർ. ക്വസ്റ്റ്യൻ നമ്പർ 7. സാധാരണ ടൂത്ത് പേസ്റ്റിൽ ഉപയോഗിക്കുന്ന രാസപദാർത്ഥമാണ് ഡേഷ്. സാധാരണ ടൂത്ത് പേസ്റ്റിൽ ഉപയോഗിക്കുന്ന രാസപദാർത്ഥം ഏതാണ്? കാൽഷ്യം കാർബണേറ്റ്. ക്വസ്റ്റ്യൻ നമ്പർ 8. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ക്രിസ്തുമത വിശ്വാസികൾ ഉള്ള സംസ്ഥാനം ഏത്? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ക്രിസ്തുമത വിശ്വാസികൾ ഉള്ള സംസ്ഥാനമാണ് കേരളം. ക്വസ്റ്റ്യൻ നമ്പർ 9. അപ്പുക്ലി എന്ന കഥാപാത്രം ഏത് കൃതിയിലേതാണ്? അപ്പുക്ലി എന്ന കഥാപാത്രം ഏത് കൃതിയിലേതാണ്? ഇസാക്കിന്റെ ഇതിഹാസം. ക്വസ്റ്റ്യൻ നമ്പർ 10. കേരള ലോകായുക്ത നിലവിൽ വന്ന വർഷം. കേരള ലോകായുക്ത നിലവിൽ വന്ന വർഷം 1998 നവംബർ 15. 1998 നവംബർ 15 കേരള ലോകായുക്ത നിലവിൽ വന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 11. റൂർക്കേല ഉരുക്ക് നിർമ്മാണശാല നിർമ്മിക്കുവാൻ ഇന്ത്യയെ സഹായിച്ച രാജ്യം. റൂർക്കേല ഉരുക്ക് നിർമ്മാണശാല നിർമ്മിക്കുവാൻ ഇന്ത്യയെ സഹായിച്ച രാജ്യം ഏത്? ജർമ്മനി. ക്വസ്റ്റ്യൻ നമ്പർ 12. ജന്തു ശരീരം കോശങ്ങളാൽ നിർമ്മിച്ചതാണെന്ന് സ്ഥാപിച്ച ശാസ്ത്രജ്ഞൻ ആര്? ജന്തു ശരീരം കോശങ്ങളാൽ നിർമ്മിച്ചതാണെന്ന് സ്ഥാപിച്ച ശാസ്ത്രജ്ഞൻ തിയോഡർ ഷോൺ. ക്വസ്റ്റ്യൻ നമ്പർ 13. ചെറു ഭരണഘടന എന്നറിയപ്പെടുന്ന ഭരണഘടനാ ഭേദഗതി. ചെറു ഭരണഘടന എന്നറിയപ്പെടുന്ന ഭരണഘടനാ ഭേദഗതി 42ാം ഭേദഗതി. ക്വസ്റ്റ്യൻ നമ്പർ 14. മറയൂർ ചന്ദനക്കാടുകളിലൂടെയും ചിന്നാർ വന്യമൃഗ സങ്കേതത്തിലൂടെയും ഒഴുകുന്ന നദി ഏത്? മറയൂർ ചന്ദനക്കാടുകളിലൂടെയും ചിന്നാർ വന്യമൃഗ സങ്കേതത്തിലൂടെയും ഒഴുകുന്ന നദി പാമ്പാർ. ക്വസ്റ്റ്യൻ നമ്പർ 15. തന്മാത്രകളുടെ ഏറ്റവും ക്രമരഹിതമായ അവസ്ഥ. തന്മാത്രകളുടെ ഏറ്റവും ക്രമരഹിതമായ അവസ്ഥയാണ് ഏത്? പ്ലാസ്മ. ക്വസ്റ്റ്യൻ നമ്പർ 16. ഏത് തടാകത്തിലെ തീരത്താണ് ശ്രീഹരിക്കോട്ട സ്ഥിതി ചെയ്യുന്നത്? ഏത് തടാകത്തിലെ തീരത്താണ് ശ്രീഹരിക്കോട്ട സ്ഥിതി ചെയ്യുന്നത്? പുലിക്കാട്ട് തടാകം. ക്വസ്റ്റ്യൻ നമ്പർ 17.
ബേക്കിംഗ് സോഡ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന പദാർത്ഥം. ബേക്കിംഗ് സോഡ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന പദാർത്ഥം സോഡിയം ബൈകാർബണേറ്റ്. ക്വസ്റ്റ്യൻ നമ്പർ 18. ജൂൺ 15 പരിസ്ഥിതി ദിനമായി ആചരിക്കാൻ തീരുമാനിച്ച സ്റ്റോക്ക്ഹോം സമ്മേളനം നടന്ന വർഷം. ലോക പരിസ്ഥിതി ദിനം ജൂൺ 5. ജൂൺ 5 പരിസ്ഥിതി ദിനമായി ആചരിക്കാൻ തീരുമാനിച്ച സ്റ്റോക്ക്ഹോം സമ്മേളനം നടന്ന വർഷം 1972. ഓക്കെ, താങ്ക് യു. ഇന്നത്തെ ക്ലാസ് അവസാനിക്കുന്നു. അടുത്ത ക്ലാസ്സുമായി അടുത്ത ദിവസം കാണാം. എല്ലാവർക്കും നമസ്കാരം.